തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം ലഭ്യമായ ദിവസം കൂടിയായിരുന്നു ഇന്ന്. ആൻജിയോഗ്രാം ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നും തന്നെ അവസാനം ഒഴിവാക്കിയെന്നും എന്തു സംഭവിച്ചാലും ഉത്തരവാദികൾ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരാണെന്നും ബന്ധുവിനയച്ച ശബ്ദ സന്ദേശത്തിലുണ്ട്. വേണുവിന്റെ മരണത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ പരിമിതികൾക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലും ഇന്ന് രംഗത്ത് വന്നിരുന്നു. വിശദമായ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല. ഇതിനകത്ത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ഈ സമയം മുതൽ എനിക്ക് എന്ത് ശാരീരികാവസ്ഥയും എനിക്കെന്ത് ജീവനപാതയും സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ആ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിലെ മറ്റ് ജോലിക്കാരും കൂടെ ഞാൻ ഇതിനോട് ഉറപ്പ് നൽകുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയാണ് കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിന് കാരണമെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് ബലം നൽകുന്നതാണ് പുതിയ ശബ്ദ സന്ദേശം. ബുധനാഴ്ച എക്കോയും വ്യാഴാഴ്ച ആൻജിയോഗ്രാമും ചെയ്യാമെന്ന് അറിയിച്ചെങ്കിലും ലിസ്റ്റിൽ നിന്ന് തന്നെ അവസാനം ഒഴിവാക്കിയെന്ന് വേണുവിന്റെ ശബ്ദരേഖയിലുണ്ട്. തനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരുമാണ്. ഒരാളെയും വെറുതെ വിടരുതെന്നും കോടതിക്ക് മുന്നിലെത്തിച്ച് ശിക്ഷ നൽകണമെന്നും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു ബന്ധുവിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. വേണുവിന്റെ മരണത്തിന് പിന്നാലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ അസൗകര്യങ്ങൾക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തി. നാട് നീളെ മെഡിക്കൽ കോളേജുകൾ പണിതിട്ട് കാര്യമില്ലെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടതെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. മെഡിക്കൽ കോളേജുകൾ നമ്മളിപ്പം പലയിടത്ത് തുടങ്ങുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് 500 കോടി രൂപയെ അടുപ്പിച്ച് ചിലവായി എന്നാണ് എനിക്ക് കിട്ടിയൊരു കണക്ക്. അപ്പം എന്നിട്ടും അവിടെ ചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വരും ദിവസങ്ങളിലും മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.